ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ ഞാനിന്ന് എടുക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് എഴുന്നേറ്റ് കേട്ടോ. ചേട്ടൻ 6 മണിക്കാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറിയായിരുന്നു വെച്ചത്. ഗ്രീൻ പീസ് കറിയും ദോശയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടോ. 6:10 ആയി ഇറങ്ങിയ സമയത്ത്. കറക്റ്റ് 6 മണിക്കാണ് വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങുന്നത്. ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. ചേട്ടൻ എഴുന്നേൽക്കാനും ഇത്തിരി ലേറ്റായിപ്പോയി. ചേട്ടനോട്ടും വയ്യായിരുന്നു, സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി എഴുന്നേൽക്കാനൊക്കെ ഇച്ചിരി താമസിച്ചു കേട്ടോ. പിന്നീട് ഞാനും പോയി കിടന്നു കേട്ടോ. ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ട് പോയി കിടന്നു. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ അവിടുത്തെ റൂമിലാണ്, അവരും അവിടെ കിടപ്പുണ്ട്. ഞാൻ എബിയുടെ കൂടെ ഞങ്ങളുടെ മുറിയിലോട്ട് വന്ന് കിടന്നു കേട്ടോ. അപ്പോൾ കിടന്ന് വെറുതെ എഡിറ്റ് ചെയ്തൊക്കെ കിടക്കാൻ വിചാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ മറന്നുപോയത് മാത്രമല്ല, ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് നല്ല ലേറ്റായി കേട്ടോ. പിന്നെ കാപ്പിയൊക്കെ ഞാൻ വെച്ചിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ദോശയും വെച്ചിരുന്നു. പിന്നീട് മാഗി ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ എബിയെ കൊണ്ടുവരുന്ന സമയത്ത് വാങ്ങിയ മാഗി ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചു കേട്ടോ. അപ്പോൾ മാഗിയും ദോശയും ഗ്രീൻ പീസ് കറിയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. പിന്നെ പാൽ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നു. പെട്ടെന്ന് ജോലി നിങ്ങൾക്ക് തോന്നും സ്പീഡിന് ഇട്ടിരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ജോലി ചെയ്യുന്നതായിരിക്കുന്നു. പക്ഷേ വളരെ സ്ലോവിലായിട്ടാണ് ജോലി ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിനായിട്ട് ജോലി ഇട്ടിരിക്കുന്നത് കേട്ടോ. കാരണം അത്രയ്ക്കും സ്ലോ ആണ് മുമ്പത്തേക്കാളും. അല്ലെങ്കിൽ ഞാൻ ഇത്തിരി സ്ലോവിലാണ് ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കുറേ സ്ലോവിലാണ് ഇപ്പോഴത്തെ എൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോകുന്നത്. അത് എനിക്ക് അത്രയ്ക്കും വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് കാലിനൊക്കെ ഇച്ചിരി വേദനയൊക്കെ കൂടി വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ മെഡിസിനും എല്ലാം കഴിച്ചു. അപ്പോൾ ഇനി അടുത്ത അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് കുറച്ച് ചക്കയുടെ കുരു ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് കുരു എടുത്തിട്ട് അവിയലിൻ്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ ആയിട്ട് അവിയൽ വെച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചക്കയുടെ കുരുവും ചക്കയൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ ചക്കപ്പഴം കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ചക്കപ്പഴം എടുത്തിട്ട് അതിൻ്റെ ബാക്കി കുരു ഞാൻ മാറ്റി വെച്ചിരുന്നു. അതെടുത്തിട്ടാണ് ഇപ്പോൾ അവിയലിനിട്ടത്. പിന്നെ ഒരു 3 മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനും കൂടെ ആയിട്ട് കറി വെച്ചു. അപ്പോൾ ഇന്നത്തെ വേറെ കറികളൊന്നുമില്ല, മീനും അവിയൽ മാത്രമേ ഉള്ളൂ. വേറെ എന്തോ വെച്ചോന്തോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ശനിയാഴ്ച എടുത്തൊരു വ്ളോഗാണ്. ഇത് രണ്ടുമാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ അവിയൽ വെക്കുന്ന സമയത്ത് കുറച്ച് കടുകൊക്കെ താളിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസത്തെ കുറച്ച് മീനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കാനുണ്ടായിരുന്നു. എനിക്കിപ്പോൾ തലേദിവസത്തെ മീൻ വെറുതെ ചൂടാക്കിയാൽ കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് കടുകൊക്കെ താളിച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ആദ്യമായിട്ട് കടുക് താളിച്ചിട്ട് ഞാൻ അവിയലിലോട്ടാണ് ഇട്ടത് കേട്ടോ. അവിയലിട്ടതിന് ശേഷമാണ് മീന് വേണ്ടിയിട്ട് എടുത്തത്. എനിക്ക് അവിയൽ ഇതുപോലെ കടുക് താളിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ അമ്മ എപ്പോഴും കടുക് താളിക്കത്തില്ലല്ലോ, നമ്മളെപ്പോഴും അവിയൽ വെക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ആൻറ്റി ഉണ്ടല്ലോ, മിനി ആൻറ്റി. അപ്പോൾ മിനി ആൻറ്റി എപ്പോഴും ഇതുപോലെ അവിയൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ കടുക് താളിച്ചിടും. അത് കണ്ടതിന് ശേഷമാണ് ഞാനും ഇവിടെ വന്ന് അതൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരം വന്ന് കിടന്നു കേട്ടോ. കാല് നല്ല വേദനയായിരുന്നു. കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കുറച്ച് നേരം വന്ന് കിടന്നു. പിന്നീട് ചേട്ടൻ്റെ എബിയുടെയും കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് മടക്കി ഞാനും എബിയും കൂടെയൊക്കെ ആയിട്ട് അലമാരയിലൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ വന്നിരുന്ന സമയത്ത് ചേട്ടൻ വന്നു. ചേട്ടൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ ഇത് തലേദിവസത്തെ തോരനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വെച്ച മീൻകറി, ഇന്ന് വെച്ച അവിയലൊക്കെ ഉണ്ടായിരുന്നു. അതും കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും എബിയും കൂടെ ഒരുമിച്ച് അതുകൊണ്ട് കഴിച്ചത്. എബി നേരത്തെ കഴിച്ചു കേട്ടോ. ഞങ്ങളിതിപ്പോൾ 3 മണിക്കാണ് കഴിക്കുന്നത്. എബി 1 മണിയൊക്കെ ആയപ്പോൾ സമയത്ത് തന്നെ അവന് ഞാൻ ചോറൊക്കെ കൊടുത്തു. അതിന് ശേഷമാണ് ഞങ്ങളിരുന്ന് ചോറ് കഴിച്ചത് കേട്ടോ. അപ്പോൾ പഴയ മൂവീസൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് മൂവിയൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തൊരു ഫേസ് പാക്ക് ഇട്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഞാൻ ഇടുന്നുണ്ട്. നമ്മളെ കടലമാവും മഞ്ഞളും കൂടെ കുടമഞ്ഞളും കൂടെ. അപ്പോൾ എനിക്ക് നല്ല മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കുകയില്ല, വേറെ എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം എപ്പോഴും സ്കൂളിലൊക്കെ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുവാണല്ലോ, വേറെ എവിടെയും പോകുന്നില്ല. ഇത്തിരി തേച്ച് മുഖത്തൊക്കെ ഇട്ട് നിൽക്കാനും ഇത്തിരി ടൈമും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാനിപ്പോൾ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും സ്ഥിരം ഇപ്പോൾ വൈകുന്നേരത്താണ് പാത്രം കഴുകുന്നത്. അടുക്കളയെല്ലാം ഒതുക്കി വെച്ചിട്ട് പാത്രം കഴുകലെല്ലാം വൈകുന്നേരമായിരിക്കും. കാരണം ഇതൊന്ന് തേച്ചിട്ട് ആ ഒരു സമയത്ത് പാത്രം കഴുകുന്ന സമയത്ത് മുഖത്തൊക്കെ ഇതൊന്ന് പിടിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നും വൈകുന്നേരം കുളിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെക്കും. അതിന് തൊട്ട് മുന്നായിട്ട് ഇതുപോലെ മുഖത്ത് ഇച്ചിരി മഞ്ഞളൊക്കെ തേച്ചിട്ടായിരിക്കും നിന്ന് പാത്രമൊക്കെ കഴുകി വരുമ്പോഴത്തേക്കും ആവും. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി
കുളിച്ചിട്ട് വന്നു കേട്ടോ. കാരണം കണ്ടോ, ഞാൻ കാണിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ നല്ല കറുത്ത പാടുണ്ടായിരുന്നു. എൻ്റെ ഈ മൂക്കിന് തലമുറ മീശ വരുന്ന ആ ഭാഗമുണ്ടല്ലോ, മൂക്കിനും ചുണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് നല്ല കറുപ്പായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ അതൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചായയുടെ എന്ന് വെച്ചപ്പോൾ പാല് ബീനയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. പിന്നെ പാൽപ്പൊടി ഉണ്ടായിരുന്നു, പാൽപ്പൊടി വെച്ചിട്ട് ചായ ഇട്ടു. ഇച്ചിരി കട്ടി പിടിച്ചു കേട്ടോ. കുറേ ദിവസം ആയതുകൊണ്ടായിരിക്കും അത് ഇച്ചിരി കട്ടി പിടിച്ചു പോയി. പിന്നെ അത് ഇച്ചിരി ലൂസാക്കിയും അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ഇച്ചിരി നേരം എടുത്തു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അതൊന്ന് ശരിയാക്കി എടുത്തു. ആ സമയത്ത് ചേട്ടൻ പോയി കുളിച്ചു. എബി മേല് കഴുകി കേട്ടോ. കാരണം ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു, 2 പേർക്കും വയ്യ. അതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. കുറച്ച് നേരത്തെ ഒരു പരിശ്രമം കൊണ്ട് തന്നെ പാൽപ്പൊടി കട്ടയായിട്ടിരുന്നതൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഓരോ കപ്പ് ചായയൊക്കെ ഇട്ടു. ചായ ഇട്ടതിന് ശേഷം പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഹോർലിക്സ് തീരാറായി, അതുകൊണ്ട് തന്നെ തീർന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എബിക്കിപ്പോൾ സാധാരണ പോലെ ചായ ഇടും. അപ്പോൾ പാൽ ചായ നമ്മുടെ തേയിലപ്പൊടി കുറച്ചിടുന്ന സമയത്ത് അവന് ഹോർലിക്സും കൂടെ വേണം, എങ്കിലേ അവന് കുടിക്കാനൊരു താല്പര്യമുള്ളൂ. വെറും മറ്റേ ചായപ്പൊടി കുറച്ചിട്ട് ചായ ഇടുമ്പോഴത്തേക്ക് അവന് കുടിക്കാൻ അത്ര വലിയ സുഖമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കും അവൻ എപ്പോഴും കുടിക്കുന്നത്. ഞാൻ പാൽ ചായ ഇടുന്ന, അതായത് തേയിലപ്പൊടി കുറച്ചിടുന്ന സമയത്ത് ഹോർലിക്സ് ഒക്കെ ഇട്ടിട്ടായിരിക്കും അവന് കൊടുക്കുന്നത്. പിന്നെ ചേട്ടൻ ഇത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, ഉഴുന്നുവടയും സമൂസയും വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയത്. വിഴിഞ്ഞം ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കൂടുതലായിട്ടും പോകുന്ന അവിടെയാണ് കേട്ടോ. വിഴിഞ്ഞത്ത് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കൂടുതലായിട്ടും പോകുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ സാധനങ്ങൾ, വീട്ടിലത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആഴകുളം വഴിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ, നമ്മൾ കയറി വരുന്ന ഭാഗം. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി നിന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി നിന്ന സമയത്ത് തന്നെ ചേട്ടൻ പേരെഴുതിയ സമയത്ത് ഞാനും എബിയും കൂടെ വരിക്ക് വന്നു. പിന്നെ ഒരു 3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവർ കഴിഞ്ഞാൽ ഞങ്ങളായിരുന്നു. ആ ഒരു പരുവം ആയി നിന്ന സമയത്താണ് ഡോക്ടറിന് പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോവേണ്ടി വന്നു. ഒരു 10-15 മിനിറ്റ് പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. പിന്നീട് ചേട്ടനും എബിയും കൂടെ ഹോസ്പിറ്റലിനകത്ത് ഡോക്ടറിനെയൊക്കെ കാണിച്ചു. പിന്നീട് ഞങ്ങൾ മെഡിസിൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഫാർമസി പോലെ ഉണ്ട് കേട്ടോ, അവിടെ വാങ്ങിക്കാനായിട്ട് വന്നു. തൊട്ടടുത്തല്ല, കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ എബിയാണ് ആദ്യം കാണിച്ചത്. എബി മാറിയതിന് ശേഷം ചേട്ടനെയും കാണിച്ചു കേട്ടോ. അപ്പോൾ അവന് മൂക്കിലൊഴിക്കാനുള്ള മരുന്നും 2 പേർക്കും ചുമക്കുള്ള മരുന്നും പിന്നെ ജലദോഷത്തിനുള്ള മരുന്നും എല്ലാം കൊടുത്തു കേട്ടോ. അപ്പോൾ പനി ആ സമയത്തില്ലാത്തതുകൊണ്ട് ഒന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നീട് പിറ്റേന്ന് നല്ല പനിയായിരുന്നു ചേട്ടന്. എന്നാൽ ആ സമയത്തുണ്ടായിരുന്ന അസുഖം മാത്രം പറഞ്ഞിട്ട് മെഡിസിൻസൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നീട് ഇത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ഞാനിപ്പോൾ ഡയറ്റിങ് എടുക്കുന്നുണ്ട്, രാത്രി മാത്രം. ബാക്കിയുള്ള സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം കുറേശ്ശെ കഴിക്കും, എന്നാലും ബാക്കിയുള്ള രാത്രിയൊന്നും ഞാൻ ചോറോ ഒന്നും കഴിക്കത്തില്ല കേട്ടോ, ഡയറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞു വ്ളോഗ്. ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.